കൂട്ടുകാരെ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് ഫെബിൻ മുഹമ്മദ് MK എന്ന പേരിലാണ്. എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ പ്രൊഫൈലിൽ പോയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ PSC ക്ലാസ്സുകൾക്കുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ് ഇഷ്ടമായാൽ റിവ്യൂ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ PSCയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വിഷയങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതുണ്ടായിരുന്നു. ഭരണഘടനയുടെ മുഴുവൻ ക്ലാസ്സുകളോട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും പോയി കാണുക. അപ്പോൾ ഇന്നത്തെ ഭാഗം നമ്മൾ നോക്കാൻ പോകുന്ന IT ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ടാണ് എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. മാക്സിമം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആധുനിക കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ട് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉണ്ടായത്. കമ്പ്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കണക്ക് കൂട്ടുക എന്നാണ്. നമ്മൾ ഈ അബാക്കസിൽ നിന്ന് അഥവാ മണിച്ചട്ടം അഥവാ അബാക്കസിൽ നിന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം തുടങ്ങിയതെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ എന്ന കാര്യം ഉൾപ്പെടുത്തി വരുന്നത് സ്പീഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പം PSCകളിൽ എങ്ങനെയാണ് ഇതുമായിട്ട് ചൊന്തിച്ച് വരുന്നതെന്ന് വെച്ചാൽ, ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ്? വിൻഡൺ സർഫ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം എന്നാണ് നവംബർ 30. കമ്പ്യൂട്ടർ സാക്ഷരത ദിനം എന്നാണ് ഡിസംബർ 2. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം എന്നാണ് അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 6. ഇത് നമ്മളൊരു ബേസ് ആയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഓരോ പോർഷനായിട്ട് കവർ ചെയ്ത് സീരീസ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. അന്നപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ചരിത്രം ആണ് നോക്കാൻ പോകുന്നത്, അഥവാ ജനറേഷൻ. പ്രധാനമായിട്ടും 5 തരത്തിലാണ് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷനുകളുള്ളത്. നമ്മൾ ഒന്നാമത്തെ ജനറേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. 1ാം തലമുറയിലെ കമ്പ്യൂട്ടറിലാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചൊരു ഉപകരണമാണ് വാക്യൂം ട്യൂബ്. ഈ വാക്യൂം ട്യൂബിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ PSCകളിൽ ചോദിച്ചു വരുന്നത് ഒന്നാമത്തെ ജനറേഷൻ്റെ അകത്ത് എന്ത് തരത്തിലുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ വാക്യൂം ട്യൂബാണ്. ജോൺ എ ഫ്ലെമിംഗ് വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചതോടെയാണ് 1ാം തലമുറയുടെ ചരിത്രം തുടങ്ങുന്നത്. ആരാണ്? ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്യൂം ട്യൂബ് കണ്ടുപിടിച്ചത്. ഇതിന് പ്രധാനമായിട്ടും പരാജയത്തിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വാക്യൂം ട്യൂബ് ഉപയോഗിച്ചിട്ട് നിരന്തരമായിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാക്യൂം ട്യൂബ് ചൂടാവുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ 1ാം തലമുറയിൽ പാളിച്ചകൾ ഉണ്ടാവുകയും അത് പരാജയം ഉണ്ടാകാൻ കാരണമായത്. അതപ്പോൾ ഈ 1ാം തലമുറയിൽപ്പെട്ട കുറച്ച് കമ്പ്യൂട്ടറുകളെ കുറിച്ച് പറയാം. ഒന്ന് ENIAC, ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇതാണ് 1ാം തലമുറയിൽപ്പെട്ട 1ാമത്തെ കമ്പ്യൂട്ടർ. അടുത്തത് EDSAC, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. 3ാമത്തെ കമ്പ്യൂട്ടറാണ് EDVAC, EDVAC. ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. 4ാമത്തത് UNIVAC, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇത്രയാണ് നമ്മൾ 1ാമത്തെ ജനറേഷനിലുള്ളത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഏതാണെന്നോ ഞാൻ ഒന്നുകൂടി റിവിഷൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1ാമത്തെ ജനറേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നൽകിയ ഈ ഭാഗങ്ങളെല്ലാം ഇത് ഫസ്റ്റ് ജനറേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നൽകിയത്. ഉടനടി അടുത്ത വീഡിയോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ വിഷയം മുഴുവൻ വിഷയവും നമുക്ക് എടുക്കാവുന്നതാണ്.
IT വിഭാഗത്തിലെ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും ഉടനടി നൽകുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു.